ഹായ് ഫ്രണ്ട്സ്, ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ നോക്കാൻ പോകുന്നത് VLC പ്ലെയർ ഉപയോഗിച്ചിട്ട് ഒരു ഫയൽ ഫോർമാറ്റിൽ നിന്ന് മറ്റൊരു ഫയൽ ഫോർമാറ്റിലേക്ക് എങ്ങനെ കൺവേർട്ട് ചെയ്യാം എന്നുള്ളതാണ്. അപ്പോൾ അതെങ്ങനെയാണെന്ന് നമുക്ക് നോക്കാം. അതിനായിട്ട് നിങ്ങളുടെ VLC പ്ലെയർ ഓപ്പൺ ചെയ്തതിന് ശേഷം ഇവിടെ മീഡിയയിൽ തൊട്ട് താഴെയായിട്ട് നിങ്ങൾക്ക് കൺവേർട്ട് ഓർ സേവ് എന്ന് പറഞ്ഞിട്ട് കാണും. ജസ്റ്റ് ഈ ഒരു ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്യുക. അതിനുശേഷം നിങ്ങൾക്ക് ഇങ്ങനെ ഒരു വിൻഡോ ആയിരിക്കും വരിക. അവിടെ നിങ്ങൾക്ക് ഈ ആഡ് എന്നുള്ള ഈ ബട്ടണിൽ ക്ലിക്ക് ചെയ്യുക. ക്ലിക്ക് ചെയ്തതിന് ശേഷം നിങ്ങൾക്ക് കൺവേർട്ട് ചെയ്യേണ്ട ഫയൽ ഇവിടെ സെലക്ട് ചെയ്ത് കൊടുക്കുക. അപ്പം ഞാൻ ഈ ഒരു ഫയലാണ് സെലക്ട് ചെയ്യുന്നത്. അപ്പോൾ അതിൻ്റെ പ്രോപ്പർട്ടീസ് എടുത്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് കാണാം അത് MP4 ഫോർമാറ്റിലുള്ള ഒരു വീഡിയോ ആണ്. ഓക്കെ, അപ്പോൾ ഞാനിവിടെ സെലക്ട് ചെയ്തു. അതിനുശേഷം ഓപ്പൺ കൊടുത്തു. ഓപ്പൺ കൊടുത്തതിന് ശേഷം ഇവിടെ കൺവേർട്ട് ഓർ സേവ് എന്നുള്ള ഈ ബട്ടണിൽ ക്ലിക്ക് ചെയ്യാണ്. ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഏത് ഫയൽ ഫോർമാറ്റിലേക്കാണ് നമുക്ക് കൺവേർട്ട് ചെയ്യേണ്ടത് ചോദിക്കും. അപ്പോൾ ഞാനിവിടെ ASF എന്നുള്ള ഒരു ഫോർമാറ്റാണ് സെലക്ട് ചെയ്യുന്നത്. സെലക്ട് ചെയ്തതിന് ശേഷം നമുക്ക് എവിടെയാണ് സേവ് ചെയ്യേണ്ടതെന്ന് ചോദിക്കും. ഡെസ്റ്റിനേഷൻ നമ്മളിവിടെ ബ്രൗസ് ചെയ്യുക. ബ്രൗസ് ചെയ്തതിന് ശേഷം നമുക്ക് വേണ്ട ഡെസ്റ്റിനേഷൻ സെലക്ട് ചെയ്യുക. അതിനുശേഷം നമുക്ക് വേണ്ട പേര് ഇവിടെ കൊടുക്കുക. ഞാൻ ഫസ്റ്റ് നിങ്ങൾക്ക് കാണിച്ചു തരാൻ വേണ്ടി ഒരു പേര് കൊടുത്തു എന്നേ ഉള്ളൂ. അതിനുശേഷം സേവ് കൊടുക്കുക. ശേഷം ഇവിടെ സ്റ്റാർട്ട് എന്ന് പറഞ്ഞ് കൊടുക്കുക. സ്റ്റാർട്ട് എന്ന് പറഞ്ഞ് കൊടുത്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇവിടെ താഴെ ഇങ്ങനെ ലോഡ് ചെയ്ത് പോകുന്നത് കാണാൻ സാധിക്കും. അപ്പോൾ ആ ലോഡിങ് കംപ്ലീറ്റ് ആവുന്നവരെ നമ്മൾ വെയിറ്റ് ചെയ്യേണ്ടതായിട്ടുണ്ട്. ഇനി കംപ്ലീറ്റ് ആവുന്നതിന് മുന്നേ നമ്മൾ ക്ലോസ് ചെയ്യുകയോ മറ്റോ ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് ഈ വീഡിയോ കൺവേർട്ട് ആവുന്നത് എറർ ആവും. അപ്പോൾ നമുക്ക് അതുവരെ ജസ്റ്റ് ഒന്ന് വെയിറ്റ് ചെയ്യാം. ഓക്കെ, അപ്പോൾ ഇത് കൺവേർട്ട് ആക്കണം. ഇനി നമുക്ക് ജസ്റ്റ് അത് കൺവേർട്ട് ആയിട്ടുണ്ടോ എന്നൊന്ന് നോക്കാം. അതിനായിട്ട് നമ്മൾ നേരത്തെ സേവ് ചെയ്ത ഈ ഒരു ഫോൾഡറിൽ പോയതിനു ശേഷം ഇവിടെ നിങ്ങൾക്ക് കാണാം കൺവേർട്ടർ എന്ന് പറഞ്ഞാൽ പുതിയൊരു ഫയൽ വന്നിട്ടുണ്ട്. അപ്പോൾ നമുക്ക് അതിൻ്റെ ഫോർമാറ്റ് ഒന്ന് നോക്കാം. അല്ലേ, ഇവിടെ അത് ASF എന്നുള്ള ഫോർമാറ്റിലേക്ക് മാറിയിട്ടുണ്ട്. ഇനി നമുക്കതൊന്ന് ജസ്റ്റ് പ്ലേ ആവുന്നുണ്ടോ എന്ന് നോക്കാം. നമ്മളിവിടെ പ്ലേ ചെയ്ത് കഴിഞ്ഞാൽ ആ വീഡിയോ നമുക്കിവിടെ പ്ലേ ആവുന്നതും കാണാം. അപ്പോൾ ഈ ഒരു രീതിയിൽ നിങ്ങൾക്ക് ഒരു ഫയൽ ഫോർമാറ്റിൽ നിന്ന് മറ്റൊരു ഫയൽ ഫോർമാറ്റിലേക്ക് VLC ഉപയോഗിച്ചിട്ട് കൺവേർട്ട് ചെയ്തെടുക്കാൻ സാധിക്കും. അപ്പോൾ ഇന്നത്തെ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു ലൈക്ക് ചെയ്യുക, നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്യുക, ഷെയർ ചെയ്യുക. ഒപ്പം എൻ്റെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക.